അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പൊന്നുമക്കളെ, രക്ഷിതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബാബ് പാഠമാണ്. ബാബ് എന്ന് പറഞ്ഞാൽ വാതിൽ, ഡോർ എന്നൊക്കെ നമ്മൾ പറയും. ബാബ് പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാ എന്ന അക്ഷരത്തിൻ്റെ നീട്ടാനുള്ള രൂപങ്ങൾ, ഫതഹ തൻവീൻ കൊടുത്ത്, ലൊമ്മ തൻവീൻ കൊടുത്ത്, കസ്ര തൻവീൻ കൊടുത്ത് നീട്ടാൻ കൊടുത്ത രൂപങ്ങൾ, ഇതൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് വിശദീകരിക്കാം. ബാബ്, ബാബ്, ബാഉൻ, ബാഉൻ, അബൂഉ, അബൂഉ, അബീ, ബാബൻ, ബാബൻ, ബാബുൻ, ബാബുൻ, ബാബിൻ, ബാബിൻ. എൻ്റെ കൂടെ നിങ്ങൾ വായിക്കുക. ബാബ്, 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 ബാഉൻ, 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 അബൂഉ, 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 അബീ, 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 ബാബൻ, 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 ബാബുൻ, 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 ബാബിൻ, 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 ബാബ്, ബാഉൻ, അബൂഉ, അബീ, ബാബൻ, ബാബുൻ, ബാബിൻ, ബാബൂ, ബീ, ബൻ, ബുൻ, ബിൻ. ചുവന്ന കളറിൽ കൊടുത്തതാണ് പ്രത്യേകം പഠിക്കേണ്ടത്. ബ എന്ന അക്ഷരത്തിനിക്ക് അല്ലെങ്കിൽ ബ എന്ന അക്ഷരത്തിനിക്ക് ഫതഹ കൊടുത്തു, ഫതഹ നീട്ടാൻ അലിഫ് കൊടുത്തു. ബ എന്ന അക്ഷരത്തിനിക്ക് ഫതഹ കൊടുത്തു, നീട്ടാൻ അലിഫ് കൊടുത്തു. ബ എന്ന അക്ഷരത്തിന് ലൊമ്മ കൊടുത്തു, നീട്ടാൻ വാവ് കൊടുത്തു. ലൊമ്മയെ നീട്ടാൻ വാവ്. ഓക്കെ. ബ എന്ന അക്ഷരത്തിനിക്ക് കസ്റ കൊടുത്തു, കസ്റയെ നീട്ടാൻ യാ കൊടുത്തു. ബി. ഇവിടെ ബ എന്ന അക്ഷരത്തിനിക്ക് ഫതഹ തൻവീൻ കൊടുത്തു. ഫതഹ തൻവീൻ വരുമ്പോൾ ബാഇനോട് ഏതക്ഷരമാണോ അതിനോട് ചേർന്ന് അലിഫ് ഉണ്ടാകും. അത് നിയമമാണ്, അത് പഠിച്ചു വെക്കുക. ഇനി താ വരുമ്പോഴും സാ വരുമ്പോഴും അടുത്ത അക്ഷരങ്ങളിലൊക്കെ ഇതേ രൂപത്തിലായിരിക്കും ഫതഹ തൻവീൻ വന്നാൽ എഴുതുക, പ്രത്യേകം മനസ്സിലാക്കുക. ബാബുൻ, ബാ എന്ന അക്ഷരത്തിനിക്ക് ലൊമ്മ തൻവീൻ കൊടുത്തു, ബുൻ. ബാ എന്ന അക്ഷരത്തിനിക്ക് കസ്റ തൻവീൻ കൊടുത്തു, ബിൻ. അപ്പോൾ ചുവന്ന കളറിൽ കൊടുത്തു. ഫതഹയെ നീട്ടാൻ അലിഫ്, ലൊമ്മയെ നീട്ടാൻ വാവ്, കസ്റയെ നീട്ടാൻ യാ. ബാ എന്ന അക്ഷരത്തിൻ്റെ നീട്ടുന്ന വ്യത്യസ്ത രൂപങ്ങളാണ് ഇവിടെ 3 വരിയിൽ 3 പദങ്ങളിൽ കാണുന്നത്. രണ്ടാമത്തെ വരിയിൽ 3 പദങ്ങളിലൂടെ തെൻവീനാത്തുകൾ, ഫതഹ തെൻവീൻ, ലൊമ്മ തെൻവീൻ, കസ്റ തെൻവീൻ കൊടുത്ത ബ എന്ന അക്ഷരത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ. ബാ, ബൂ, ബി, ബൻ, ബുൻ, ബിൻ. അതാണ് ഇവിടെ റൗണ്ടിൽ കൊടുത്തത്. ബാ, ബൂ, ബി, ബൻ, ബുൻ, ബിൻ. ഇത് നിങ്ങൾ എഴുതാനും വായിക്കാനും പ്രത്യേകം മനസ്സിലാക്കണം. ഒരുപാട് വട്ടം ആവർത്തിച്ച് മിനിമം 10 തവണയെങ്കിലും ഉച്ചാരണ രീതി മനസ്സിലാക്കി കഴിഞ്ഞ ബദർ പാഠത്തിലൂടെ ഈ അക്ഷരത്തിൻ്റെ ബ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, വായിക്കുക, പഠിക്കുക. നഖറ, നമുക്ക് വായിക്കാം. ആപ്പിളിൽ 4 ആപ്പിൾ ഇവിടെ കാണുന്നു അല്ലേ മക്കളോ? 4 ആപ്പിളിൽ 4 വാക്കുണ്ട്. ഒന്നാമത്തെ ആപ്പിൾ അ ബി, അബി, 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 ബാബൻ, 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 അബൂ, അബൂ,
ബാബിൻ 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 ബാബിൻ. എൻ്റെ കൂടെ നിങ്ങൾ വായിക്ക്. അബി 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 ബാബൻ 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 ബാബൻ. അബൂ 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 ബാബിൻ 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 ബാബിൻ. കണ്ടോ? നിങ്ങൾ മിനിമം 10 തവണയെങ്കിലും ഓരോന്ന് വായിക്കണം. കിട്ടാത്തവർ ഉസ്താദിനോട് ചോദിച്ചോ, അല്ലെങ്കിൽ ഈ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കേട്ടോ. നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. അടുത്തത് നലഉദറത്തൻ അല ബാബൂബി. ഈ ചുവന്ന കളറിൽ കൊടുത്ത ബാബൂബി ഇതുപോലത്തത് ഈ 3 കണ്ടെയ്നറുകളിൽ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകളിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ വട്ടം വരക്കണം. നോക്കാം നമുക്ക്. ഒന്നാമത്തെ കണ്ടെയ്നർ ദുബാബുൻ. ഇവിടെ ഉണ്ടോ? ഒന്നാമത്തതിൽ ബാ ഉണ്ട് അല്ലേ, നടുവിലക്ഷരം. നമുക്ക് വട്ടം വരക്കണം. യക്തുബൂന. ഇവിടെയോ 1 2 3 4, നാലാമത്തത് ഈ കാണിക്കുന്നത് ബൂ, വട്ടം വരക്കാം. കബീറൻ കബീറൻ. ഇവിടെ രണ്ടാമത്തത് ബി. കണ്ടോ? നമുക്ക് വട്ടം വരച്ച് നോക്കാം. മക്കൾ കണ്ടോ? ഇതുപോലെ ഉസ്താദ് വരച്ചത് കണ്ടില്ലേ? ഇതുപോലെ നിങ്ങൾ വട്ടം വരക്കണം. ബ ബൂ ബി. കണ്ടോ? ഇതുപോലെ വരയ്ക്കുക. ഇനി നോക്ക് അടുത്തത് നെക്തുബു. നമുക്ക് എഴുതാം. അബുൻ ബാബുൻ അബൂ. അബുൻ ബാബുൻ അബൂ. അടിയിൽ നിന്ന് മുകളിലോട്ട് വരയിൽ വരേണ്ടത് വരയിലായി, വരക്ക് മുകളിൽ വരേണ്ടത് മുകളിൽ, താഴെ വരേണ്ടത് താഴെ. ആ രൂപത്തിൽ ഭംഗിയായി എഴുതാൻ ശ്രമിക്കുക, എഴുതുക. മക്കൾ നോക്ക്. ഇതുപോലെ ഉസ്താദ് എഴുതിയത് കണ്ടോ? അബുൻ ബാബുൻ അബു. ഇവിടെ അബുൻ എന്നതിൻ്റെ പുള്ളിയും ബാവിലെ 2 പുള്ളിയും ബു എന്നതിൽ പുള്ളിയും വരിക്ക് താഴെ. വാവിൻ്റെ ബോഡി അല്ലെങ്കിൽ താഴ്ഭാഗം വരിക്ക് താഴെ. ബാക്കിയൊക്കെ വരിക്ക് മുകളിലും വരിയിലുമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളും പുസ്തകത്തിൽ എഴുതുക. ഇനി നോക്ക്. നക്തഷിഫു ബാമിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ബായെ നമുക്ക് കണ്ടെത്താം. ത്വയ്റൻ അബാബീൽ വലിബുയൂതിഹിം അബ്വാബ. കണ്ടോ? ത്വയ്റൻ അബാബീൽ വലിബുയൂതിഹിം അബ്വാബ. നോക്ക്. ത്വയ്റൻ. ഇവിടെ ബായുണ്ടോ? ഇല്ല. ബാക്ക് 1 പുള്ളി ഉണ്ടാവുള്ളൂ. ഇവിടെ 2 പുള്ളിയാണ്. ഇത് അക്ഷരം യായാണ്, അപ്പോൾ ബായല്ല. അബ. ഇവിടെ ബായുണ്ട്. 1, ഇവിടെ 2 ബി. വലിബുയൂതിഹിം ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5. അപ്പോൾ 5 ബായുണ്ട്. ഈ 5 ബാക്ക് നമുക്കൊന്ന് വട്ടം വരച്ച് നോക്കണം. വട്ടം വരക്കണം. നോക്കൂ നോക്കൂ. ഇതുപോലെ കണ്ടോ? 1 ബ, ഇവിടെ 2 3 4 5. ഇതുപോലെ വളരെ ഭംഗിയായി വരക്കുക. ഓക്കെ. അപ്പോൾ ഈ പാഠത്തിൽ ബ എന്ന അക്ഷരത്തിന് നീട്ടാനുള്ള രൂപങ്ങളും തെൻവീനാത്തുകൾ കൊടുത്ത രൂപങ്ങളും നമ്മൾ പഠിച്ചു വ്യത്യസ്ത വാക്കുകളിലൂടെ. അത് വളരെ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കുക, വായിക്കുക, പഠിക്കുക. കഴിഞ്ഞ പാഠഭാഗങ്ങൾ റിപ്പീറ്റ് അടിച്ച് കേട്ട് ക്ലിയർ ചെയ്യുക. ഓരോ പാഠത്തിലും മനസ്സിലാക്കേണ്ട പ്രത്യേക ഭാഗങ്ങൾ അത് പ്രത്യേകം തന്നെ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ വീഡിയോകൾ, ഈ 1-ാം ക്ലാസ്സിലെ ഓരോ പാഠത്തിൻ്റെയും വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളിലേക്കും അയച്ചു കൊടുക്കുക. നമ്മൾ അയക്കുന്ന ഈയൊരു കർമ്മം, ഈയൊരു രീതി അവർ കേട്ട് മനസ്സിലാക്കി പഠിച്ചാൽ അതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. പരമാവധി ആളുകളിലേക്ക് നമ്മുടെ ഈ വീഡിയോകളും ഇതിൻ്റെ ലിങ്കുകളും അയച്ചു കൊടുത്ത് നമ്മുടെ ചാനലിൻ്റെ ഒരു വിജയത്തിന് ഈ ചാനൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നിങ്ങൾ നടത്തണം. ഇതൊരു പ്രമോഷനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ
പ്രചാരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതുപോലെ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമാണല്ലോ 1-ാം ക്ലാസ് എന്നുള്ളത്, അത് വളരെ ഭംഗിയായി പഠിച്ചാൽ ബാക്കിയുള്ള പാഠഭാഗങ്ങളും ബാക്കിയുള്ള ക്ലാസ്സുകളും വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ സാധ്യമാകും. അതിന് വേണ്ടിയിട്ടൊരു സഹായമാണ് സാധുവായി ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവർക്കും ഇതിൻ്റെ ഉപകാരം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങളെല്ലാ ആളുകളും അതൊക്കെ ചെയ്യുമല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. എന്തെങ്കിലും പാകപ്പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഹബീബ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെട്ടവരിൽ നമ്മെയും നമ്മുടെ അഹലുകാരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.